എവിടം വരെ ഹൈസ്കൂളില്? സ്കൂളിൽ ഇപ്പൊ ഇന്ന് പഠിപ്പിച്ച മൂന്നിന്റെ ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? മൂന്നിൻ്റെ ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് അല്ലേ? ആ. ഓ ശരി ശരി. അതായത് എനിക്കൊന്ന് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിരിക്കും ചോദിച്ചത് അല്ലേ? പദങ്ങളുടെ എണ്ണം. ആ. ഇപ്പോൾ മൂന്നിൻ്റെ ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്നല്ലേ ചോദിച്ചത്? മൂന്നക്ക സംഖ്യകൾ അല്ലയോ? മൂന്നക്ക സംഖ്യകൾ അങ്ങനല്ലേ? അപ്പോൾ മൂന്നക്കം എന്ന് പറയുമ്പോൾ ഒരക്കം, രണ്ടക്കം, മൂന്നക്കം അല്ലേ? അതായത് 100 ഒരു മൂന്നക്ക സംഖ്യ അല്ലേ? അങ്ങനെ അപ്പോൾ 100-ന് മുമ്പ് വരുന്നത് 99. അത് പക്ഷേ രണ്ടക്കമേ ഉള്ളൂ. 100 കഴിഞ്ഞ് വരുന്നത് പിന്നെ 101 അല്ലേ? അത് മൂന്നക്കമാണ്. പിന്നെ 102 വരും, അതും മൂന്നക്കമാണ്. അങ്ങനെ 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 എവിടം വരെ പോവും? അപ്പോൾ 1000 എടുത്ത് നോക്കാം. 1000 എടുത്ത് നോക്കിയാൽ അത് 4 അക്കമായി പോവും. പിന്നെ അതിന് മുമ്പ് വരുന്നത് 999, അത് മൂന്നക്കമാണ്. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ തുടങ്ങുന്ന മൂന്നക്ക സംഖ്യകൾ തുടങ്ങുന്നത് 100-ലും അവസാനിക്കുന്നത് 999-ലും ആണെന്ന് മനസ്സിലായി. ഇനി പിന്നെ സ്കൂളിൽ എങ്ങനെ പറഞ്ഞു തന്നേ? പിന്നെ അതിന്റെ ഇക്വേഷൻ പഠിപ്പിച്ചു തന്നു. ഓ, ഇതിന് ഇക്വേഷൻ ഉണ്ടോ? എന്താ ഇക്വേഷൻ? ഒന്ന് പതുക്കെ പറഞ്ഞേ. n സമം xn മൈനസ് x1 ഭാഗം പൊതുവ്യത്യാസം d ഇപ്പുറത്തെ പ്ലസ് 1 ആയിരിക്കും. ഓ ശരി ശരി ശരി. ഇതിങ്ങനെ ഒരു പുതിയ ഇക്വേഷൻ ആയിട്ട് പഠിക്കണമെന്നില്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന 2 ഇക്വേഷൻസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ ബീജഗണിത രൂപത്തിൽ. അതായത് ഒന്ന് സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതൊന്ന് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. അതായത് മധ്യപദവും പദങ്ങളുടെ എണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഇനി ഈ മധ്യപദം തന്നിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ആദ്യത്തെയും അവസാനത്തെയും പദങ്ങൾ കൂട്ടും, എന്നിട്ട് പകുതി എടുക്കും. ഓക്കെ, പിടികിട്ടിയോ? കേൾക്കാൻ വയ്യല്ലോ. ഓക്കെ. ഇനി ഇതിനകത്ത്, അതായത് ആദ്യത്തെ പദത്തിലും അവസാനത്തെ പദത്തിലും ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടില്ല. ഇപ്പൊ അവസാന പദം തന്നിട്ടില്ലെങ്കിൽ, അവസാന പദം എന്നല്ല ഏത് പദവും, ഓക്കെ, ഞാനിപ്പോൾ അവസാന പദം എന്ന് പറയണ ആ പദം തന്നിട്ടില്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള വേറെ ഏതെങ്കിലും പദം കാണും. തൽക്കാലം ഞാൻ അതിനെ ഒന്നാം പദം എന്ന് വിളിക്കുവാണ്. ഒന്നാം പദമല്ല, ഏത് പദമായാലും കുഴപ്പമില്ല എനിക്ക്. ഓക്കെ. ഇപ്പം ആ ഒന്നാം പദത്തിനോട് ഈ n കണ്ടോ? ഈ n മൈനസ് ഈ 1 കണ്ടോ? ഈ 1 n-1 ഇൻറ്റു d. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ഞാൻ ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ യൂസ് ചെയ്യാറുള്ളൂ. ഇത് പക്ഷെ ഒരു ഇക്വേഷനായിട്ടൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. സമ്മ് കണ്ടുപിടിക്കാൻ മധ്യപദവും പദങ്ങളുടെ എണ്ണവും തമ്മിൽ ഗുണിച്ചാൽ മതിയെന്ന് പഠിച്ചു വെക്കും. മധ്യപദം തന്നിട്ടില്ലെങ്കിലാണ് ആദ്യത്തെയും അവസാനത്തെയും കൂട്ടി പകുതി എടുത്താൽ മതി എന്നുള്ളത് പഠിക്കുന്നത്. അതിനകത്ത് തന്നെ ഏതെങ്കിലും ഒരു പദം തന്നിട്ടില്ലെങ്കിൽ, ആദ്യ പദം ആയിക്കോട്ടെ അവസാനത്തെ പദം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പദം തന്നിട്ടില്ല എങ്കിൽ ആ പദം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇതിനകത്ത്. ഇവിടെ x1 എന്ന് എഴുതിയേക്കുന്നതേ ഉള്ളൂ. x1 അല്ല, രണ്ടാമത്തെ പദമാണെങ്കിൽ രണ്ടാമത്തെ പദം വെച്ചും കണ്ടുപിടിക്കും. അതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് വെച്ചാൽ, എനിക്ക് രണ്ടാമത്തെ പദേ ചോദ്യത്തിൽ തന്നിട്ടുള്ളൂ എങ്കിൽ ഞാനിവിടെ 2 അല്ലേ എഴുതുക.
അപ്പോൾ ഞാൻ ഇവിടെ എഴുതുമ്പോൾ n-2 എന്ന് മാറണം. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, എന്തായാലും ഇതിനകത്ത് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു പക്ഷേ നമ്മൾ നേരത്തെ ഏതാണ്ട് ഈ സമ്മ് കണ്ടുപിടിക്കുന്ന കുറേ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത് മനസ്സിലായി കാണും. ഓക്കെ, ബാക്കി രണ്ടെണ്ണം ചെയ്ത് പഠിക്കും. ഓക്കെ, ഇനി സ്കൂളിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു. ഈ ഇക്വേഷനെ ഞാനൊന്ന് തിരിച്ച് ഡീകോഡ് ചെയ്യാൻ പോവാണ്. അതാണ്ട് ഈ +1 ഉണ്ടല്ലോ, കണ്ടോ? ഈ +1നെ ഞാൻ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാൻ പോവാ. അപ്പൊ എന്താകും അത്? n-1. പിന്നെ ഇപ്പുറത്ത് കിടക്കുന്ന എന്താണ്? xn x1/d എന്നാണ് അല്ലേ? എന്താ ചെയ്തത്? ഇവിടെ കടന്ന +1നെ ഞാൻ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ സമത്തിനപ്പുറം ആകുമ്പോൾ അതെന്തായി മാറും? -1 ആയിട്ട് മാറും. പിടികിട്ടിയോ? ഇനി ഇതാണ്ട് ഈ ഡി പൊതുവ്യത്യാസം ഇവിടെ ഹരിച്ചേക്കുകയാണ്. അത് ഞാൻ സമത്തിനപ്പുറം കൊണ്ടുപോയാൽ ഗുണിക്കണമെന്നാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? n-1 അതൊരു ബ്രാക്കറ്റിൽ അങ്ങ് ഇടും. എന്നിട്ട് d ഇട്ട് കൊടുക്കും. ബാക്കി ഇനി ഇപ്പുറത്ത് എന്തൊക്കെയുണ്ട്? xn - x1. ശരിയാണോ? വീണ്ടും നാണ്ട് ഇവിടെ -x1, അതായത് ഇത് ഈ -x1നെ ഞാൻ എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്താകും? n-1 × d അല്ലേ? ഈ -x1 അപ്പുറത്ത് പോകുമ്പോൾ +x1 ആവും. xn. കണ്ടോ? ഈ സാധനം തന്നെയാണല്ലോ ദാണ്ട് ഈ കിടക്കുന്നത്. കണ്ടോ? കിട്ടിയോ? ഈക്വേഷൻ എവിടെ നിന്നാണ് എന്നുള്ളത് കണ്ടോ? ഈ ഇക്വേഷൻ വന്നത് ശരിക്കും ഇതാണ്ട് ഇതിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 3 മാത്രം ഓർത്ത് വെക്കുന്നത്. ഈ ഇഷ്ടംപോലെ ഇക്വേഷൻസ് പഠിക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് ഇങ്ങനെ അത്യാവശ്യം, അതായത് മാക്സിമം ഇക്വേഷൻസ് ഇല്ലാതെ ചെയ്യാൻ പഠിച്ചാൽ കുറേയും കൂടെ. ഇക്വേഷൻസ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലായില്ല. എന്തിനാണ് ഇത്ര എളുപ്പത്തിൽ കണക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിച്ചാലല്ലേ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഞാനതിനെ കാണുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ചോറ് കഴിക്കുമല്ലോ, ചോറും കറിയും എല്ലാം കൂടെ വെച്ച് കഴിക്കും. അതാണ് ഇക്വേഷനായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ അത് നമ്മൾ അരി വാങ്ങിച്ച് ചോറുണ്ടാക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അത് നമ്മളെ അമ്മ പഠിപ്പിച്ചാലല്ലേ നമുക്ക് അറിയത്തുള്ളൂ. അല്ലാതെ അമ്മ എപ്പോഴും ചോറുണ്ടാക്കി നമുക്ക് ചോറ് തന്നു കഴിഞ്ഞാൽ ഈ ചോറുണ്ടാക്കാൻ നമ്മൾ അറിയാതെ പോകും. ശരിയല്ലേ? അമ്മന് ചോറുണ്ടാക്കാൻ അറിയോ? ആര് പഠിപ്പിച്ചു? അമ്മ. അക്കുവിന് ചോറുണ്ടാക്കാൻ അറിയോ? അവക്ക് അറിയോ? അറിയില്ല. അതാണ്. അല്ല, ഞാൻ പറഞ്ഞത് അമ്മ ചോറുണ്ടാക്കാൻ പഠിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ അമ്മ ഇന്നും അമ്മ ഉണ്ടാക്കുന്ന ചോറ് തിന്നോണ്ടിരുന്നേനെ. അമ്മ സ്വന്തമായിട്ട് ചോറുണ്ടാക്കാൻ പറ്റത്തില്ല അന്നേരം അമ്മന്. എൻ്റെ കേസ് അങ്ങനെയായിരുന്നു. എനിക്ക് കറി ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. ചോറ് വെക്കാൻ അറിയാം, കറി വെക്കാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ കറി വെക്കാൻ ചില കറികൾ വെക്കും. എല്ലാ കറിയും വെക്കുമെന്നല്ല, ചില കറികൾ വെക്കും അത്യാവശ്യം കഴിക്കാൻ പറ്റുന്നു. അത് നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കുന്നത് കൊണ്ടല്ലേ, അത് എവിടുന്ന് ആരെങ്കിലും ഉണ്ടാക്കി തന്നത് പഠിച്ചു കഴിഞ്ഞാൽ. അതാണ് ഞാൻ ഇതിൽ കാണുന്നൊരു വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ, മാക്സിമം ഇക്വേഷൻസുകൾ ഒഴിവാക്കുക. അങ്ങനെ ആണെങ്കിൽ കണക്ക് കുറച്ചും കൂടി പഠിക്കാം. ഇനി അതെല്ലാം മാർക്ക് മാത്രമാണ് ഉദ്ദേശിച്ച് പഠിക്കുന്നതെങ്കിൽ ഉള്ള ഇക്വേഷൻ എല്ലാം കാണാതെ പഠിച്ചു വെക്കേണ്ടി വരും. അത് മാത്രമല്ല, അല്ലെങ്കിൽ എല്ലാ ഇക്വേഷൻ പഠിച്ചു വെച്ചാലും ചോദ്യം അതേപോലെ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. നോക്കിയാൽ മതി, സ്കൂളിൽ ഈ ഇക്വേഷൻസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചോദ്യത്തിനും ഈ ഇക്വേഷൻ വെച്ചിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പറ്റണമെന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് സ്കൂളിലെ ഒരു രീതി
അതായത് ഈ 3 അക്ക സംഖ്യ കണ്ടുപിടിക്കാൻ സ്കൂളിൽ പഠിപ്പിച്ച രീതി ആ അതൊന്ന് നോക്കാം. ആ അതായത് 100 എന്ന് പറയുന്നത് 3 അക്ക സംഖ്യ തുടങ്ങുന്നതും അവസാനിക്കുന്നത് 999-ലാണെന്നും നമ്മൾ ആ കണ്ടു. ആ ശരിയല്ലേ? ആ സ്കൂളിൽ തന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു xn മൈനസ് x1 ബൈ d ഡി പ്ലസ് 1. ആ ഓക്കെ, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ആ 3ന്റെ ഗുണിതകൾ പറയൂ. ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടോ? കണക്ക് അതിൽ ചെയ്തിട്ടുണ്ടോ? ആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് നോക്കൂ. ആ ഒന്നാം പദവും ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഇക്വേഷൻ പ്രകാരം ഒന്നാം പദം വേണം, അവസാനത്തെ പദം വേണം, അത് തന്നെ സംഭവം. പൊതുവ്യത്യാസം 102. വേണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ കണക്കിപ്പോൾ കിട്ടും. ആ, ഒന്നാം പദം 102. ഏതാ? 102. ഒന്നാം പദം 102 അല്ലേ? അവസാനത്തെ പദം ഏതാ? 999. ഏതാ? 999. 999. പൊതുവ്യത്യാസം ഏതാ? വ്യത്യാസം 3. ഓക്കെ, ഇതെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ആ നമുക്ക് നോക്കാം. n ഈസ് ഈക്വൽ ടു 999 മൈനസ് 102 ബൈ 3 പ്ലസ് 1. 999 നിന്ന് 100 പോയാൽ 899 ആകും. 899 നിന്ന് 2 പോയാൽ 897 ആവും അല്ലേ? ബൈ 3 പ്ലസ് 1. ഇത് തമ്മിൽ വെട്ടിയാൽ 1 3 3 23 6, 23 ആവും. ബാക്കി 29 വരും. 3 24, 9 27 വരും. ബാക്കി 2 27 വീണ്ടും. അതായത് 300 എണ്ണം കാണും അല്ലേ? അതായത് 3 അക്ക സംഖ്യകളിൽ കറക്റ്റ് ആണോ ഞാൻ ചെയ്തത്? ആൻസർ 300ആ? ഓക്കെ, അപ്പം ആ 102 മുതൽ 999 വരെ 300 സംഖ്യകളുണ്ട് 3ന്റെ ഗുണിതങ്ങളായിട്ട്. അങ്ങനെ ചെയ്യാൻ പറ്റി. പക്ഷെ എൻ്റെ ഒരു സംശയം, ഈ ഒന്നാമത്തെ പദം 102 ആണെന്ന് എങ്ങനെ കിട്ടി? അവസാനത്തെ പദം 999 ആണെന്ന് എങ്ങനെ കിട്ടി? പൊതുവ്യത്യാസം 3 ആണെന്ന് എങ്ങനെ കിട്ടി? ക്വസ്റ്റ്യനിലുണ്ട് 3ന്റെ ഗുണിതം എനിക്ക് മനസ്സിലായി. ഞാൻ എടുത്ത സീരീസ് ഇതാണ്. 3 അക്ക സംഖ്യകളുടെ സീരീസ് 100, 101, 102 അങ്ങനെ 999 വരെ കിട്ടി. ഇതേ എനിക്കറിയത്തുള്ളൂ. ഇതിൽ നിന്നും ഈ സംഖ്യകളിലേക്ക് എങ്ങനെ ഞാൻ എത്തും? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞു പിടിയിട്ട് എനിക്ക് ഒന്നാമത്തെ പദം 102 ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നല്ലോ. അവസാനത്തെ പദം 999 ആയിരിക്കുമെന്നും അറിയത്തില്ല. പൊതുവ്യത്യാസം 3 ആണെന്നും അറിയത്തില്ല. എനിക്ക് ആകെ അറിയാവുന്ന 3 അക്ക സംഖ്യകളുടെ സീരീസ് എന്ന് പറയുന്നത് 100-ൽ തുടങ്ങും അല്ലേ? തുടങ്ങി 999-ൽ എത്തുമെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഇതിനകത്തുനിന്ന് 3ന്റെ ഗുണിതം അല്ലേ? 3ന്റെ ഗുണിതം, അതായത് മൾട്ടിപ്പിൾ ഓഫ് 3 കേട്ടോ. 3ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് എൻ്റെ ചോദ്യം. അതറിഞ്ഞാലല്ലേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചോദ്യത്തിലോ അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു തരികയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഈ 102 ആണെന്നും 99 ആണെന്നും 3 ആണെന്നും എങ്ങനെ കിട്ടും? അറിയത്തില്ലെങ്കിൽ നാളെ സ്കൂളിൽ പോയി ചോദിക്കണം. ഈ സെയിം ചോദ്യം എടുത്ത് വെച്ച് ചോദിക്കണം, ടീച്ചറെ ഈ 102 എവിടെ നിന്ന് വന്നു? 999 എങ്ങനെയാണ് അവസാനത്തെ പദമായത്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എങ്ങനെയാണ് 3 ആയത്? അങ്ങനെ ചോദിക്കുമ്പോഴേ നമ്മൾ പഠിക്കത്തുള്ളൂ. അങ്ങനെ ചോദിക്കാതെ ഇരുന്നാൽ ടീച്ചർ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ കണക്ക് പഠിക്കാൻ പറ്റത്തില്ല.
കണക്കെന്നല്ല ഏത് വിഷയം പഠിക്കാനൊക്കത്തില്ല. ലക്ഷ്മണ സാന്ത്വനൊക്കെ പഠിച്ചോ? മലയാളത്തിലുണ്ടോ? പഠിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നത്. ആരാ ലക്ഷ്മണൻ? ലക്ഷ്മണൻ ആരായിരുന്നു? ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണോ? അല്ല പിന്നാരാ? സുഭിദ്രാമേന്റെ മകനോ അങ്ങനെ എന്തുവാ. ഓ, അപ്പൊ ലക്ഷ്മണ സാന്ത്വനം എന്തു പഠിച്ചേ? ആരുടെ കഥയാ അത്? കഥയോ? ആ, കഥയല്ലേ അതോ കവിതയാണോ? ഹലോ, കഥയാണോ കവിതയാണോ? ആരുടെ കവിതയാ? ആ പേര് തന്നെ ലക്ഷ്മണ സാന്ത്വനം. അപ്പൊ ലക്ഷ്മണന്റെ കവിതയല്ലേ? ലക്ഷ്മണനെ കുറിച്ച് പറയുന്ന കവിതയായിരിക്കും. ആരാ എഴുതിയത്? ഞാനല്ല. ഞാൻ എഴുതാത്തത് എന്നെ അടിച്ചേൽപ്പിക്കണ്ട. ഞാനല്ല എഴുതിയത്. ഇതൊക്കെ അറിയാതെയാണോ അത് ലക്ഷ്മണ സാന്ത്വനം പഠിച്ചെന്നൊക്കെ പറഞ്ഞേ? പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. പഠിച്ചു. ആഹാ, ഇനി അപ്പൊ ഈ പഠിച്ചെന്താ തുടങ്ങിയത്? അത് എന്താ, അയ്യോ, ലക്ഷ്മണ സാന്ത്വനം എന്ന് പഠിച്ച് അല്ലേ? പാഠത്തിന്റെ പേര്. ഒന്നാമത്തെ പാഠമാണെന്ന് പഠിച്ചു, ലക്ഷ്മണ സാന്ത്വനമാണെന്ന് പഠിച്ചു. പിന്നെന്തുവാ, ലക്ഷ്മണൻ സുഭദ്രാമയുടെ മോനാണെന്ന് പഠിച്ചു. സുഭദ്രാമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മണന്റെ അമ്മയാണെന്ന് പറയാം അല്ലേ? ഇവർ രണ്ടും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ പാഠത്തിലെ രണ്ട് ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന കവിതയിലെ രണ്ട് കഥാപാത്രങ്ങളാണെന്ന് പറയാം. അതാരും എഴുതിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതിയതല്ല, ഞങ്ങൾക്ക് പുസ്തകം കിട്ടുമ്പോൾ അതിനകത്ത് തന്നെ ഉള്ളതായിരുന്നു, അതുകൊണ്ട് ആരും എഴുതിയിട്ടില്ല എന്ന് വേണേൽ പറയാം. ആണോ? അങ്ങനെയല്ല. ആ കവിതയുടെ പുറകിലൊക്കെ കാണുമല്ലോ എഴുതിയവരാണെന്ന്. അപ്പം നാളെ കവിതയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ. അപ്പം ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഒന്നാമത്തെ പദം എങ്ങനെ കണ്ടെത്തി? അവസാനത്തെ പദം എങ്ങനെ കണ്ടെത്തി? പൊതുവ്യത്യാസം എങ്ങനെ കണ്ടെത്തി? ഇതറിയോ? അറിയത്തില്ലെങ്കിൽ നാളെ ചോദിക്കണം. അങ്ങനെയാ പഠിക്കേണ്ടത്. അറിയത്തില്ലെങ്കിൽ ചോദിക്കണം ടീച്ചറിനോട്. എന്താ ചോദിക്കാത്തെ? ഓക്കെ. പിന്നെന്തുവാ ഓർത്തേ? കണക്ക് പീരീഡില് പോരാ, അങ്ങനെ പഠിച്ചാ പോരാ. സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതേപോലെ പഠിക്കാനല്ല നമ്മൾ പോകുന്നത്. നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകേണ്ടത്. പിടികിട്ടിയോ? ടീച്ചറിനെ സംബന്ധിച്ച് അവിടെ ഒത്തിരി കുട്ടികളില്ലേ? നമ്മുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 46 പേർക്കും 46 രീതിയിൽ ടീച്ചറിനെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ടീച്ചർ കോമൺ ആയിട്ടുള്ളൊരു രീതിയിൽ 46 പേരെയും കൂടി പഠിപ്പിക്കാൻ നോക്കും. ആ 46 പേരിൽ കുറച്ച് പേർക്ക് ടീച്ചർ പഠിപ്പിക്കുന്നത് നല്ലോണം മനസ്സിലാവും, കുറച്ച് പേർക്ക് കുറച്ച് മനസ്സിലാവും, കുറച്ച് പേർക്ക് വളരെ കുറച്ച് മനസ്സിലാവും, ചിലർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ ഈ മനസ്സിലാക്കുന്നതിൻ്റെ തന്നെ രീതികൾ തന്നെ 46 രീതി കാണും. 46 പിള്ളേരുള്ളതുകൊണ്ട് 46 രീതികളിലായിരിക്കും അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ആ 46 പേരിൽ ഒരാളാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ രീതിയിൽ നമ്മൾ പഠിച്ചിട്ട് ടീച്ചറിനോട് സംശയം ചോദിക്കണം. അപ്പോൾ ടീച്ചറിന് പറയാൻ പറ്റും ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് നമുക്ക് നമ്മുടെ രീതിയിൽ ടീച്ചറിന് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ നമ്മൾ ചോദിക്കാത്തിടത്തോളം കാലം ടീച്ചർ എന്ത് ചെയ്യും? 46 പേരെയും ഒരുമിച്ച് പഠിപ്പിക്കും. ശരിയല്ലേ? ടീച്ചറിനോട് ചോദിച്ചാലല്ലേ നിങ്ങളുടെ രീതിയിൽ ടീച്ചറിന് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ടീച്ചറിന്റെ മാത്രം കുഴപ്പമല്ല, നമ്മൾ ചോദിക്കാത്തതിൻ്റെയും കുഴപ്പമുണ്ട്. പിടികിട്ടിയാ? അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്
നമുക്ക് പഠിക്കാനാണ്, കൂട്ടത്തിലിരുന്ന് പഠിക്കാനല്ല. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ചോദിച്ച് നാളെ എനിക്ക് പറഞ്ഞു തരണം. ഇനി ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ എങ്ങനെ ഇത് കണ്ടുപിടിക്കും എന്ന് പറയാം. പക്ഷെ അതൊരു സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലാക്കി. ഇതിപ്പം 100 എന്ന് പറയുന്ന ഒരു പദം എടുത്തു. ഇത് 3 അക്ക സംഖ്യയാണ് അല്ലേ? അപ്പൊ ഈ 3ന്റെ ഗുണിതമാണെന്ന് പറഞ്ഞു അല്ലേ? ഇനി 3ന്റെ ടേബിൾ ഞാനൊന്ന് എഴുതി നോക്കാം. ഞാൻ ഈ ചിന്തിച്ച വഴി എവിടെ നിന്ന് വന്നു എന്നുള്ളത് പറയുന്നതേ ഉള്ളൂ. 3ന്റെ ഗുണിതം 3 ഗുണം 1 സമയം എത്ര കിട്ടും? 3. 3 ഗുണം 2 സമയം എത്ര കിട്ടും? 6. 3 ഗുണം 3 എത്ര കിട്ടും? 9. 3 ഗുണം 4 എത്ര കിട്ടും? 12. ഈ കിടക്കുന്നതെല്ലാം 3ന്റെ ഗുണിതങ്ങളാണേ. ഓക്കെ, അത് അങ്ങനെ 3ന്റെ ഗുണിതമാണെന്ന് പറയാനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഈ സംഖ്യകളെല്ലാം 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതെല്ലാം 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണെന്ന് പറയുന്നത്. ഇനി ഈ വന്നേക്കുന്ന രീതി നോക്കിയതുകൊണ്ട് ഈ 3ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോഴല്ലേ 6 വന്നേ? ഈ 6ന്റെ കൂടെ വീണ്ടും 3 ആഡ് ചെയ്തപ്പോഴല്ലേ 9 വന്നേ? ഈ 9ന്റെ കൂടെ വീണ്ടും 3 ആഡ് ചെയ്യുമ്പോഴല്ലേ 12 വന്നേ? ഇനി ഈ 12ന്റെ കൂടെ വീണ്ടും 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 15 കിട്ടും അല്ലേ? വീണ്ടും 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18 കിട്ടും. വീണ്ടും 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 21 കിട്ടും. അപ്പൊ ഇതെല്ലാം എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അഥവാ 3ന്റെ ഗുണിതങ്ങളാണ്. ശരിയല്ലേ? അങ്ങനെ 3 വീതം കൂടി കൂടി പോകുന്നു. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അവിടെ പൊതുവ്യത്യാസം എന്തായിട്ട് വരും? 3 എന്ന് പറയാനൊക്കും. പൊതുവ്യത്യാസം കിട്ടിയ വഴി മനസ്സിലായോ? ക്ലിയർ ആണേ? ഇനി ഞാൻ ഈ പൊതുവ്യത്യാസം ഈ ഗുണിതങ്ങളെ ഒന്നും കൂടെ എടുക്കുവാണ്. ഞാൻ 3 എടുക്കുന്നില്ല, പകരം 9 എടുക്കാൻ പോവാം. 6 എടുക്കാൻ പോവാം. 6നെ ഞാൻ 3 കൊണ്ട് ഈ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ 2 കിട്ടും, ഇവിടെ 0യും കിട്ടും. അതേപോലെ 9നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മേളിൽ 3 കിട്ടും, താഴെ 9 വരും, ശിഷ്ടം 0 വന്നു. അപ്പോൾ ഈ ശിഷ്ടം 0 വരുന്നുണ്ടോ? ശിഷ്ടം 0 വരുന്നതുകൊണ്ട് നമുക്ക് പറയാനൊക്കും ഈ സംഖ്യയെ 9 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് 3 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം 3നെ 9 എന്ന് കിട്ടി, ശിഷ്ടം 0 കിട്ടി. അപ്പോൾ എനിക്ക് പറയാനൊക്കും 9 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണ്. ഇനി ഞാൻ 18 എടുക്കാം. ഈ 18 എന്ന് പറയുന്ന സംഖ്യ 3ന്റെ ഗുണിതമാണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതിനെയും 3 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 6 ഗുണം 3 18. ശിഷ്ടം എന്ത് കിട്ടും? 0 കിട്ടും. 21 നോക്കാം. 21 എന്ന് പറയുന്ന സംഖ്യ 3ന്റെ ഗുണിതമാണോ എന്നെങ്ങനെ കണ്ടുപിടിക്കും? 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 7 ഗുണം 3 21, ശിഷ്ടം 0. ശിഷ്ടം 0 വന്നതുകൊണ്ട് നമുക്ക് പറയാനൊക്കെ അത് 3ന്റെ ഗുണിതമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഗുണിതമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ എന്തുവാ ചെയ്തേ? ആ സംഖ്യകളെ 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കി. ശരിയല്ലേ? അപ്പോൾ ഇവിടെ 100 എന്ന് പറയുന്ന സംഖ്യയാണ് 3 അക്ക സംഖ്യകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 100 ഗുണിതമാണോ എന്ന് കണ്ടുപിടിക്കണ്ടേ? അങ്ങനെ നോക്കിയപ്പോഴാണ് 100 ഗുണം 3 3 9, വീണ്ടും ശിഷ്ടം 1 10, 3 9, വീണ്ടും ശിഷ്ടം 1 വന്നു അല്ലേ? ശരിക്കും എന്താ വരേണ്ടത്? 0 അല്ലേ വരണ്ടേ? പകരം ഇവിടെ എന്തോ വന്നേ? 1 വന്നത്. ക്ലിയർ ആണോ? അപ്പം എന്ത് ചെയ്യും? അത് 3ന്റെ ഗുണിതമല്ല. 100 3ന്റെ ഗുണിതമല്ല എന്ന് മനസ്സിലായി. ഇനിയുള്ള അടുത്ത സംഖ്യ ആരാണ്? 101 ആണ് അല്ലേ? 100നെ 3 കൊണ്ട് ഹരിച്ചപ്പോ 1 കിട്ടിയെങ്കിൽ 101നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരും
പിടികിട്ടിയാ? ക്ലിയർ ആണോ? വേണേ നോക്കൊന്ന് ചെയ്ത് നോക്കാം. 3 3 9 11 3 9 2 കണ്ടോ? അപ്പം 100നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 1 കിട്ടിയാൽ 101നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 ആണ്. അതായത് ഇത് ഈ 100ൻ്റെ കൂടെ ഒന്നല്ലേ കൂടിയുള്ളൂ. അപ്പോൾ ശിഷ്ടത്തിൻ്റെ കൂടെയും 1 കൂടും. അങ്ങനെയാണെങ്കിൽ അടുത്ത 102 എന്ന് പറയുന്ന സംഖ്യ വീണ്ടും 1 കൂടിയേ. അപ്പോൾ ഈ 2ൻ്റെ കൂടെ എന്ത് കൂട്ടണം? 3. അപ്പം 3ൻ്റെ ഗുണിതത്തിൽ ഒരിക്കലും 3 ശിഷ്ടമായിട്ട് വരത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഈ 102 എന്തായിരിക്കും? ശിഷ്ടമില്ലല്ലോ. ഇവിടെ 3 വന്നു കഴിഞ്ഞാൽ 3നെ ശിഷ്ടമായിട്ട്, കാരണം 3ൻ്റെ ഗുണിതത്തിൽ 3 ശിഷ്ടമായിട്ട് വരത്തില്ല. 3ൽ താഴെയുള്ള സംഖ്യകളെ ശിഷ്ടമായിട്ട് വരത്തുള്ളൂ. അപ്പം 3 വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ ശിഷ്ടമില്ല. 102നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരത്തില്ല? ശിഷ്ടം വരത്തില്ല. അപ്പം നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 102/3 3 ശിഷ്ടം 1, 12 താഴെ ഇറക്കി. 4 × 3 12. ശിഷ്ടം എന്ത് വന്നു? 0. അപ്പോൾ നമുക്ക് പറയാം 102 എന്താണ്? ആ ശ്രേണിയിലെ ഒന്നാമത്തെ പദമാണെന്ന് പറയാം. അങ്ങനെയാണ് 102 ഇവിടെ ഒന്നാമത്തെ പദമായിട്ട് എടുക്കുന്നത്. പിടികിട്ടിയോ? പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചുകൊണ്ട് ഇത്രയും ഇരുന്ന് ചെയ്ത് നോക്കേണ്ടി വരത്തില്ലേ? അപ്പോൾ അതത്ര പോസിബിൾ അല്ല. എന്ന് വെച്ചാൽ നമ്മുടെ പരീക്ഷയ്ക്ക് സമയത്തിനനുസരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുത്തിയിരുന്ന് ചെയ്യുന്നത് അത്ര പോസിബിൾ അല്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുവായാലും ആ ശ്രേണിയിൽ ഒരു പദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 3 വീതം കൂട്ടി കൂട്ടി പോയാൽ മതിയാവും. ശരിയല്ലേ? അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി 100നെ 3 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പം 33 × 3 99. ശിഷ്ടം 1 വന്നു അല്ലേ? അപ്പോൾ ഇനി ഈ 1നെ എൻ്റെ കൂടെ 2 കൂട്ടിയാൽ നമുക്ക് എന്തിലേക്ക് എത്തിക്കാം? 3ലേക്ക് എത്തിക്കാം. അങ്ങനെ അപ്പോൾ അവിടെ ശിഷ്ടം വരത്തില്ല എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 100ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 2 ആഡ് ചെയ്ത് 102 എന്ന് പറയുന്ന ആ ആൻസറിലേക്ക് എത്തിക്കാം. പിടികിട്ടിയോ? ഇതൊരു രീതി. ഇനി 100നെ, അതൊരു രീതിയാണേ. ഇനി 100നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ വീണ്ടും 33 99 ശിഷ്ടം 1 വന്നില്ലേ? ഈ 1നെ എല്ലാം കൂടെ പറഞ്ഞാൽ തെറ്റിപ്പോവോ? വേണ്ട, ഇതിപ്പം ഇരിക്കട്ടെ. എന്നിട്ട് ഞാൻ പിന്നെ മറ്റേ രീതിയൊക്കെ ഇതൊന്ന് തറവായിട്ട് പറഞ്ഞുതരാം. അല്ലെ ഇതും കാണത്തില്ല അതും കാണത്തില്ല. പിടികിട്ടിയോ? 102 എങ്ങനെ വന്നേ? ഈ 1ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ ഈ 3 കിട്ടണം. ക്ലിയർ ആണോ? ഈ ശിഷ്ടമായിട്ട് 1നെ ഈ 3 ആക്കണമെങ്കിൽ നമ്മൾ എത്ര കൂട്ടണം? 2 കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക? 2 കൂട്ടുക, ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? അങ്ങനെ 102 കിട്ടി. ഓക്കെ അല്ലേ? ഇനി അവസാനത്തെ പദം കണ്ടുപിടിക്കാനായിട്ട് ആരെ എടുക്കണം? ആ സീരീസിൽ അവസാനത്തെ പദം എടുക്കണം. എത്രയാണ്? 999. എല്ലാം 9 ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം 3ൻ്റെ ആ സീരീസിൽ അല്ലേ, 3ൻ്റെ ഗുണിതങ്ങളിൽ 9 എന്ന് പറയുന്നത് ഗുണിതം തന്നെയാണ് അല്ലേ? അങ്ങനെ 3 9 എഴുതിയാലും 10 9കൾ എഴുതിയാലും അതെല്ലാം 3ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് നമ്മൾ ഇനി അത് ചെയ്യണോ? വേണ്ട. അഥവാ ചെയ്ത് നോക്കുവാണെങ്കിൽ തന്നെ 333 × 3 999 ശിഷ്ടം 0 എന്ന് കിട്ടും. പക്ഷെ ഇത് ചെയ്ത് നോക്കരുത്. റീസൺ മനസ്സിലായല്ലോ? 3ൻ്റെ ഗുണിതമാണ് 9 എന്നുള്ളത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഇത് ചെയ്ത് നോക്കണ്ട. നമ്മൾ നേരിട്ട് അതങ്ങ് എഴുതിയാൽ മതി. 999 എന്നങ്ങ് എഴുതിയാൽ മതി. പിടികിട്ടിയാണോ? പിടികിട്ടിയോ? ഇത് ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നേ? ഈ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇനി സ്കൂളിൽ ചെന്നിട്ട് ടീച്ചറിനോട് സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇത് എങ്ങനെയാ കിട്ടിയെന്നുള്ളത്. അപ്പോൾ ടീച്ചർ പറഞ്ഞുതരും.
ആ പിടികിട്ടിയോ? എന്നിട്ട് നമുക്ക് അത് ചോദിച്ചു വന്നിട്ട് നാളെ പറയ്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഏതാ എളുപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാം. അപ്പം ഞാൻ ചെയ്തത് എനിക്ക് എളുപ്പമായിരിക്കും ആ കേട്ടോ. ആ ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി ബാക്കി ഞാൻ എങ്ങനെ ചെയ്യും? മറ്റേ ഇക്വേഷൻ ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ബാക്കി എങ്ങനെ ചെയ്യും എന്ന് നോക്കിയാൽ എനിക്ക് 3 കാര്യങ്ങൾ അറിയാം. അപ്പം ഞാൻ എങ്ങനെ എഴുതുന്നതെന്ന് കണ്ടോണം. എക്സ് എൻ ഇസ് ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു ഡി. പിടികിട്ടിയ? എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കും. എക്സ് എൻ 999, x1 102 പ്ലസ് n അറിയത്തില്ല, n-1 ഇൻറ്റു ഡി. ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്, അത് അതേപോലെ എഴുതി. ഇനി ഞാൻ ചെയ്യുന്നത് കണ്ടോണേ, 102ൻ്റെ കൂടെ ഇത്രയും കൂട്ടിയാലാണ് 999 കിട്ടുന്നത്. എന്തോ ഞാൻ പറഞ്ഞേ, 102ൻ്റെ കൂടെ ഇത്രയും സാധനം കൂട്ടിയെങ്കിൽ മാത്രമേ 999 കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 2നെ 9 ആക്കാൻ 7 കൂട്ടണം. എവിടുന്ന്? ഞാൻ പറഞ്ഞത് നമ്മൾ ഇപ്പുറത്ത് കിടക്കുന്നതിനെ ഇതിന് തുല്യമാക്കി മാറ്റുക എന്നുള്ളതാ. പിടികിട്ടിയോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 102 ഉണ്ടല്ലോ, ഈ 102ൻ്റെ കൂടെ ഈ 2ൻ്റെ കൂടെ 7 കൂട്ടിയാൽ എന്ത് കിട്ടും? 9 കിട്ടും. ഈ 0ൻ്റെ കൂടെ 9 കൂട്ടിയാലേ ഇവിടെ 9 വരത്തുള്ളൂ. 1ൻ്റെ കൂടെ 8 കൂട്ടിയാലേ ഇവിടെ 9 വരത്തുള്ളൂ. പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാലോ, ഈ n-3 അതായത് ഈ സാധനം എത്രയാണ്? 897 ആണെന്ന് പറയാം അല്ലേ? അതായത് n-1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 897. ശരിയല്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ 3 എന്ത് ചെയ്ത്, ഈ 3യും ഇതും കൂടി ഗുണിക്കുമ്പോഴാണ് ഇത് കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതും തമ്മിൽ വെട്ടാം. അപ്പോൾ നോക്കൂ, 3 × 2 6 അല്ലേ? ബാലൻസ് 2 വരുന്നു. 29 ആകുമ്പോഴത്തേക്കും ഏകദേശം 9 × 3 27, വീണ്ടും 9 × 3 27. അതായത് n-1 299 എന്ന് മനസ്സിലാക്കാം. ശരിയല്ലേ? അപ്പോൾ ഏതോ ഒരു സംഖ്യയിൽ നിന്നും 1 കുറച്ചാൽ 299 കിട്ടുമെങ്കിൽ ഈ n എന്ന് പറയുന്നത് 300 ആയിരിക്കണം. ശരിയല്ലേ? 300ൽ നിന്ന് 1 കുറച്ചാലല്ലേ 299 കിട്ടത്തുള്ളൂ. 2 രീതി ചിന്തിക്കാം കേട്ടോ. ഈ സ്റ്റെപ്പിൽ നിന്ന് സാധാരണ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. n-1 = 299. അതുകൊണ്ട് ഈ -1 അങ്ങ് അപ്പുറത്ത് പോകും. n = 299 + 1. അങ്ങനെ അത് എന്തായി മാറും? 300 ആകും എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അത് അങ്ങനെ മാത്രവും പഠിച്ചാൽ പോരാ. അങ്ങനെ മാത്രം പഠിച്ചാൽ നമ്മളതും പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് അങ്ങനെ മാത്രം പഠിച്ചാൽ പോരാ, ഇതിപ്പുറത്ത് വരുന്നത് പോലെ തന്നെ ഇപ്പുറത്തിട്ട് തന്നെ ചെയ്യാനും പഠിക്കണം. അതായത് ഇങ്ങനെ ചിന്തിക്കുക, ഒരു സംഖ്യയിൽ നിന്ന്, ഏതോ ഒരു സംഖ്യയിൽ നിന്ന് 1 മൈനസ് ചെയ്തപ്പോൾ 299 കിട്ടി. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ സ്കൂളിൽ ഇപ്പം ഞാൻ എഴുതിയില്ലേ, n = 299 + 1 300. ഈ ഒരു രീതിയാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും എളുപ്പം. പക്ഷേ ആ എളുപ്പത്തിന് വേണ്ടി കണക്ക് പഠിച്ചിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മളെ ചിന്തിപ്പിക്കും. അങ്ങനെ അതിൻ്റെ ഒരു രസം ഞാൻ കണ്ടത്, ഒരു കാര്യത്തെ പല രീതിയിൽ ചിന്തിക്കാൻ പഠിക്കുക കേട്ടോ. അത് ഒത്തിരി ഗുണം കൊണ്ടുവരും. അത് മാത്സിന് മാത്രമല്ല മറ്റെല്ലാ സബ്ജക്റ്റിനും ആ ഗുണം കിട്ടും. അതുകൊണ്ടാണ് മാത്സ് ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറയുന്നത്. ഒരു രീതി മാത്രമല്ല, ഒത്തിരി രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സാധാരണ പറഞ്ഞു തരാത്ത രീതിയിൽ, അതായത് ഞാൻ ഈ നോർമൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു രീതി പറഞ്ഞുതരാം.
ആ എന്നിട്ട് ഞാനിപ്പം എന്തായാലും 300 ഉത്തരവെന്ന് മനസ്സിലായല്ലോ. ഇനി ആ നോർമൽ രീതിയിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എക്സ് എൻ ഇസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഡി ആ എക്സ് എൻ എന്ന് പറയുമ്പോൾ 999 സമം 102 102 ആ പ്ലസ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു 3. ആ ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ നോക്കിക്കോണം. ഈ 102നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകും. 999 മൈനസ് 102 ആ സിഗിൽ n മൈനസ് 1 ഇൻറ്റു 3. ആ എന്നിട്ട് ഇത് തമ്മിൽ കുറയ്ക്കും, 897 എന്ന് കിട്ടും. എന്നിട്ട് ഇത് തമ്മിൽ എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്യും. ആ അതായത് 3n മൈനസ് 3. ഓക്കെ, ആ അല്ലെങ്കിൽ ചിലർ അങ്ങനെ ചെയ്ത് കാണാറുണ്ട്. ആ അതല്ലെങ്കിൽ ഞാൻ നേരത്തെ വെട്ടിയ പോലെ ഇവിടിട്ട് വെട്ടാനും സാധ്യതയുണ്ട്. ആ എന്നിട്ട് ഈ 3 ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ, അത് അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആകും. അപ്പോൾ 897 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 3n. ആ 897ൻ്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 900 കിട്ടും. ആ 900 ഇസ് ഈക്വൽ ടു 3n. എന്നിട്ട് ഇത് തമ്മിൽ വെട്ടും. വെട്ടുകയല്ല, ശരിക്കും സാധാരണ അതിന് ഇപ്പുറത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. 900 ഇത് ഇവിടെ ഗുണിച്ചേക്കുന്നുണ്ട്, ഇത് ഇവിടെ വന്ന് ഹരിക്കും. ഇസ് ഈക്വൽ ടു n. എന്നിട്ട് വെട്ടും. എന്ത് കിട്ടും? 300 എന്ന് കിട്ടും. അപ്പം n ഇസ് ഈക്വൽ ടു 300 എന്ന് കിട്ടും. കണ്ടോ? ഇപ്പം എത്ര സ്റ്റെപ്പ് ഉണ്ട്? 3 അധികം സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ സിമ്പിളാണ്, മനസ്സിലാകും. കണ്ടോ? പക്ഷെ ഞാൻ പറയുന്നത് ഈ സ്റ്റെപ്പുകൾ ഇത്രയും എഴുതുമ്പോൾ നമ്മുടെ സമയം പോകും. അതേസമയം ഞാൻ ചെയ്യുന്ന പരിപാടി 999 ഇസ് ഈക്വൽ ടു 102 പ്ലസ് n. ഇതിനകത്ത് ഏതാണോ എളുപ്പം അത് ചെയ്താൽ മതി കേട്ടോ. ഇൻറ്റു 3 ഇങ്ങനെ എഴുതും. പിന്നെ ഞാൻ പറഞ്ഞ എന്തുവാ, ഇവിടെ നമുക്ക് 999 ആണെങ്കിൽ ഇപ്പുറത്തതും 999 ആണ് കിട്ടേണ്ടത്. എന്ത് പ്രകാരം? ഇവിടെ സമം കൊടുത്തേക്കുന്നതിൻ്റെ പ്രകാരം അപ്പുറം ഇപ്പുറം തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 102നോട് എന്ത് കൂട്ടിയാൽ 999 കിട്ടുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? അതുകൊണ്ട് ഈ 2 എടുക്കുന്നു, അതിനോട് 7 കൂട്ടിയാൽ 9 കിട്ടും അല്ലേ. അടുത്ത 0 എടുക്കുന്നു, അതിനോട് 9 കൂട്ടിയാൽ ഈ 9 കിട്ടും. അടുത്ത 1 എടുക്കുന്നു, അതിനോട് 8 കൂട്ടിയാൽ ഈ 9 കിട്ടും. കണ്ടോ? അത് അവിടെ തന്നെ വെച്ച് മനസ്സിലാകാം. ഇത് മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് എഴുതും? എനിക്ക് പെട്ടെന്ന് കിട്ടിയല്ലോ ആൻസർ അല്ലേ. ഈ ഇത്രയും സാധനം 897 ആണെന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എഴുതാൻ പറ്റും n മൈനസ് 1 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 897. അല്ലെ തിരിച്ചായാലും എഴുതാം. 897 ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 3. കണ്ടോ? എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതാണ്ട് ഇതും ഈ n മൈനസ് 1ഉം ഈ 3യും തമ്മിൽ ഗുണിക്കുമ്പോഴാണല്ലോ ഇത് കിട്ടിയത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 3യും ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ വെട്ടാൻ പറ്റും. അങ്ങനെ എനിക്ക് എന്ത് കിട്ടും? 299 കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് എഴുതും? n മൈനസ് 1 ഈസ് ഈക്വൽ ടു 299 കിട്ടും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞ എന്തുവാ, ഏതോ ഒരു സംഖ്യയിൽ നിന്നും 1 കുറച്ചപ്പോൾ എനിക്ക് 299 കിട്ടി എങ്കിൽ ഈ 299നോട് 1 കൂട്ടിയാൽ മതിയല്ലോ തിരിച്ചതേ സംഖ്യ കിട്ടാൻ. അപ്പൊ എത്ര കിട്ടും? n എന്ന് പറയുന്നത് 300. ശരിയല്ലേ? 300ൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴാണല്ലോ 299 കിട്ടുന്നത്. അപ്പോൾ എനിക്ക് എത്ര സ്റ്റെപ്പായി? ഇതാണ്ടോ, ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പ്. ഇവിടെ എത്ര സ്റ്റെപ്പായി? 1 2 3 4 5 6 7 8 സ്റ്റെപ്പായി. ഞാൻ ഈ ചെയ്തതിൻ്റെ ഇരട്ടി സ്റ്റെപ്പായി. ഇതാണ് വ്യത്യാസം. അപ്പം ഞാൻ കണക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പരമാവധി ഏറ്റവും അത്യാവശ്യമുള്ള സ്റ്റെപ്പുകൾ എഴുതി എളുപ്പത്തിൽ കണക്ക് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് ഒരു കണക്കിന് ഒത്തിരി രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. പിന്നെ ഏത് രീതിയാണ് നമുക്ക് സ്പീഡെന്ന് വെച്ച് അത് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ അമ്മുവിന് ഏതാണെന്ന് അമ്മു ആണ് തീരുമാനിക്കേണ്ടത്.
ആ. അമ്മുവിൻ്റെ സ്വന്തം സ്റ്റെപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഒരു രീതി. ആ. സ്വന്തം സ്റ്റെപ്പെന്നൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി ഇപ്പോൾ ഇങ്ങനെയാണ്. നേരത്തെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ രീതിയിലൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയല്ല. ആ. മാറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് എന്ത് കുറഞ്ഞു കിട്ടി? സ്റ്റെപ്പുകൾ കുറഞ്ഞു, ആൻസർ കൃത്യമായി സമയത്തിനനുസരിച്ച് കണക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ. പിടികിട്ടിയോ? ആ. ഓക്കേ. പിന്നെന്താ, വേറെ എന്താ പഠിച്ചു? വേറെ അത് തന്നെ 2-3 ക്വസ്റ്റ്യൻസ്. ഓ, ഒരു ചോദ്യം കൂടെ പറയൂ. ആ. 6ന്റെ ഗുണിതങ്ങളായ ആ, എത്ര രണ്ടക സംഖ്യകളുണ്ട്? 6ന്റെ ഗുണിതങ്ങൾ. അപ്പോൾ 6ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലേ? ആ. രണ്ടക്ക സംഖ്യ. ആ. അപ്പോൾ നമുക്ക് നോക്കാം. രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പം 9 കഴിഞ്ഞാൽ പിന്നെ 10 വരും അല്ലേ? അത് രണ്ടക്കമാണ്. അങ്ങനെ തുടങ്ങി 99 വരെ വരും. ശരിയല്ലേ? ഇതിനകത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പൊതുവ്യത്യാസം 6 ആണെന്നും മനസ്സിലാവും. ഇനി വേണ്ടത് നമുക്ക് ഒന്നാമത്തെ പദവും വേണം, അവസാനത്തെ പദവും വേണം. ഇനി ഒന്നാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കും? പൊതുവ്യത്യാസത്തിൽ നിന്ന് ഈ 10 നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് പൊതുവ്യത്യാസം അറിയാം. എന്തുകൊണ്ടാണ് പൊതുവ്യത്യാസം അറിയാവുന്നത്? 6ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അറിയാവുന്ന കാര്യങ്ങൾ 10 മുതൽ 99 വരെ കുറേ പദങ്ങളുണ്ടെന്നേ അറിയത്തുള്ളൂ. അപ്പം നമ്മൾ എടുക്കേണ്ടത് എന്താണ്? 10ലാണല്ലോ തുടങ്ങിയേ, അപ്പോൾ ആ 10 അങ്ങ് എടുക്കണം. പിടികിട്ടിയോ? നമുക്കറിയാം, ഈ കണക്കിൽ അറിയാവുന്ന ആകെ 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, പൊതുവ്യത്യാസം 6 ആണെന്ന് ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി. 6ന്റെ ഗുണിതങ്ങളാണ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് 6 ആണ് പൊതുവ്യത്യാസം എന്ന് എഴുതാം. വേറെ ഒന്നാമത്തെയോ അവസാനത്തെയോ പദം നമുക്കറിയത്തില്ല. അപ്പോൾ ചെയ്യേണ്ടത്, പിന്നെ അറിയാവുന്ന കാര്യം എന്താണ്? രണ്ടക്ക സംഖ്യയുടെ സീരീസ് തുടങ്ങിയേക്കുന്ന 10 നിന്നാണ്, അവസാനിച്ചത് 99 നിന്നും. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് എന്ത് കണ്ടെത്തുക? ആദ്യത്തെയും അവസാനത്തെയും കണ്ടെത്തുക. അതിനാണ് ഈ 10 എടുത്തുകൊണ്ട് വന്നത്. ഇനി ഈ 10നെ ഇനി അറിയാവുന്ന ആരേ ഉള്ളൂ? പൊതുവ്യത്യാസമല്ലേ? ആ പൊതുവ്യത്യാസം നമ്മൾ പറഞ്ഞില്ലേ, ഈ 6 കൊണ്ട് 6ന്റെ ഗുണിതമാണോ 10 എന്ന് കണ്ടുപിടിക്കുന്ന രീതി എന്താണ്? 6ന്റെ ഗുണിതമാണോ 10 എന്ന് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? 6 കൊണ്ട് ഗുണിച്ച് നോക്കണം. അപ്പോൾ ഒരു 6 6 അല്ലേ? ശിഷ്ടം എത്ര കിട്ടി? 4 കിട്ടി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ രീതി വെച്ചിട്ട് ഈ 4 എന്തായി മാറണം? 6 ആയി മാറണം. എങ്കിലേ ശിഷ്ടം 0 ആവത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 4ന്റെ കൂടെ എത്ര കൂട്ടണം? 6 കിട്ടാനാ? 4ന്റെ കൂടെ 2. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിന്റെ കൂടെ എന്ത് കൂട്ടണം? 2 കൂട്ടണം. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 12. അപ്പൊ ശരിയല്ലേ? 6 ഗുണം 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 12 കിട്ടും. അപ്പൊ ഒന്നാമത്തെ പദം എന്തായി? 12 ആയി. ഇനി ചെയ്യേണ്ടത് ആരാ? അവസാനത്തെ പദം. അന്നേരം ആരെ എടുക്കണം? 99 എടുക്കുക. 99 ഭാഗം മൈനസ് അല്ല, ഭാഗം 6. കണ്ടോ? 6 6 ശിഷ്ടം 3 39. പിന്നെ 6 5 6 6 36 വരും അല്ലേ? 6 6 36. ശിഷ്ടം എത്ര വന്നു? 3 വന്നു. ശരിയല്ലേ? മനസ്സിലായോ? പോയോ? ഇല്ല. ഹരിച്ചത് മനസ്സിലായോ?
ആ മനസ്സിലായി. മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിന്റെ ശിഷ്ടം കൂടെ 0 ആക്കണം അല്ലേ? ഹലോ, കേക്കാവോ? ആ അങ്ങോട്ട് പറയുന്ന കേക്കാത്തോണ്ട്. ആ, ശിഷ്ടം 0 ആക്കണ്ടേ? ആ ആക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 3 കിടക്കുന്നത്, ഈ 3നെ എന്താക്കി മാറ്റണം? 6 ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യും? 3 കൂട്ടണം. 3 കൂട്ടണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിൽ അവിടെയും എന്ത് കൂട്ടും? 3 കൂട്ടണം. കൂട്ടും. എത്ര കിട്ടും? 99ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 102 എന്ന് കിട്ടും അല്ലേ? 99, 100, 101, 102. പക്ഷെ ഇതെന്തോ സംഖ്യയായി? 3 സംഖ്യ. നമ്മളോട് പറഞ്ഞില്ലല്ലോ 3 അക്കം വേണമെന്ന്. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്തുവാ? 2 അക്കമേ പാടുള്ളൂ. അപ്പം നമുക്കിത് കൂട്ടാൻ പറ്റുമോ? ഇല്ല. പകരം എന്ത് ചെയ്യണം? ഈ 3ൽ നിന്ന് പിന്നെ 3 മൈനസ് ചെയ്താലേ 0 കിട്ടും. ശരിയല്ലേ? അപ്പം ശിഷ്ടം 0 ആകുവേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോയി എന്ത് ചെയ്താൽ മതി? 3 മൈനസ് ചെയ്ത് നോക്കണം. അപ്പോൾ എത്ര കിട്ടും? 90. പോയാ? ഹലോ, ഇല്ല പോയിക്കില്ല, കേൾക്കുന്നുണ്ട്. 96 കിട്ടും. ശരിയല്ലേ? അപ്പോൾ 96 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ? നോക്കാം. 96 ഭാഗം 6. ഒരു 6, 6. ശിഷ്ടം 3. ഈ 6 താത്തിറക്കി. വീണ്ടും 6 ഗുണം 6 36. ശിഷ്ടം എന്ത് വന്നു? 0 വന്നു. കണ്ടോ? അപ്പം നമ്മൾ ഈ 3 കുറയ്ക്കുന്ന രീതി ശരിയാണ്. കണ്ടോ? അപ്പം ഒന്നെങ്കിൽ കൂട്ടുമ്പോൾ ഇത് ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നതിൽ ഇപ്പോൾ 2 അക്ക സംഖ്യ ആണെങ്കിൽ അത് 3 അക്കത്തിലേക്ക് പോയാൽ അതെന്ത് ചെയ്യുക? കുറയ്ക്കുക. പിടികിട്ടിയ? അതായത് ഈ ശിഷ്ടത്തിനെ 0 ആക്കാൻ നോക്കുക. ക്ലിയർ ആണോ? ഓക്കെ. 96 കിട്ടിയേ. അപ്പോൾ അവസാനത്തെ പദം എന്ത് കിട്ടി? 96 കിട്ടി. ഇനി ഒന്ന് ചെയ്ത് നോക്കാം. xn ഈക്വൽ x1 പ്ലസ് n-1 ഇൻറ്റു ഡി. xn എന്ന് പറയുന്നത് 96 ആണ്. x1 എന്ന് പറയുന്നത് 12 ആണ്. n-1 ഇൻറ്റു 6. അപ്പം മുമ്പ് പറഞ്ഞല്ലോ 12നോട് ഇത് കൂട്ടിയാൽ 96 കിട്ടും അല്ലേ? അപ്പോൾ 12നോട് ഈ 2നോട് 4 കൂട്ടിയാൽ ഇവിടെ 6 വരും. ഈ 1നോട് 8 കൂട്ടിയാൽ ഇവിടെ 9 കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഇത്ര എന്താണ്? 84 ആണ് അല്ലേ? n-1 ഇൻറ്റു 6 എന്ന് പറയുന്നത് 84 ആണെന്ന് പറയാം. ഇനി ഇതും തമ്മിൽ വെട്ടിപ്പോവും. ഒരു 6 6 24, 6 4 24. കേട്ടോ? വെട്ടാൻ അറിയോ? അതേപോലെ വെട്ടാൻ പഠിക്കണം. വെട്ടാൻ അറിയത്തില്ലെങ്കിൽ 84 ഭാഗം 6 ചെയ്ത് നോക്കണം. കേട്ടോ? അപ്പോൾ ഈ ആൻസർ വരും. അപ്പോൾ n-1 = 14 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്തുവാ? ഏതോ ഒരു സംഖ്യയിൽ നിന്ന് 1 മൈനസ് ചെയ്തപ്പോഴാണ് 14 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏത്? ആ സംഖ്യ 15 ആയിരിക്കണം. 15ൽ നിന്ന് 1 പോയാലേ എന്ത് കിട്ടത്തുള്ളൂ? 14 കിട്ടത്തുള്ളൂ. പിടികിട്ടിയോ? സംശയമുണ്ടോ? കേൾക്കാൻ വയ്യ. സംശയമില്ല. ഇല്ല. അപ്പോൾ ഉത്തരം ശരിയാണോ? 15. ഓക്കെ. അടുത്തത് പറയട്ടെ. 7ന്റെ ഗുണിതങ്ങളായ എത്ര 2 അക്ക സംഖ്യകൾ ഉണ്ട്? അപ്പോൾ ഇനി പറഞ്ഞോ. 2 അക്കം എന്ന് പറയുമ്പോൾ 10 തുടങ്ങി 99 അവസാനിക്കുന്ന സീരീസിലായിരിക്കണം. പറഞ്ഞോ, എങ്ങനെ ചെയ്യും? ആദ്യത്തെ പദവും എന്നാം പദവുമാണ് വേണ്ടത്. അതിന്റെ അകത്ത്
പൊതുവ്യത്യാസം വേണം. പൊതുവ്യത്യാസം ആരാ? പൊതുവ്യത്യാസം 7. 7. ഒന്നാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കും? 7 10നെ 7 വെച്ച് ഹരിച്ചാൽ 10നെ 7 വെച്ച് ഹരിക്കണം എന്ന് വെച്ചാൽ 10 7ന്റെ ഗുണിതമാണോ എന്ന് നോക്കുക നമ്മള്. അപ്പൊ എന്ത് ചെയ്തു? ഒരു 7 ശിഷ്ടം എത്ര വന്നു? 3 വന്നു. നമുക്ക് എന്തോ വരേണ്ടത്? 0. അപ്പൊ ഈ 3നെ എന്താക്കണം? 0 ആക്കണം. അപ്പൊ ആ 3ന്റെ കൂടെ 3നെ എന്താക്കി മാറ്റിയാൽ മതി? 7 ആക്കി മാറ്റണം. അപ്പൊ 3ന്റെ കൂടെ എത്ര കൂട്ടണം? 3ന്റെ കൂടെ 4 കൂട്ടണം അല്ലേ? അപ്പൊ 10ന്റെ കൂടെ എത്ര കൂട്ടണം? 10ന്റെ കൂടെ സെയിം 4 കൂട്ടണം അല്ലേ? അപ്പൊ എത്ര കിട്ടും? 14. അപ്പൊ x1 = 14. അവസാനത്തെ പദം 99 അല്ലേ? രണ്ടക്ക സംഖ്യ. അതിനെയും എന്ത് ചെയ്യുന്നു? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു 7 29 7 3 7 4 28 അല്ലേ? ശിഷ്ടം എത്ര വന്നു? 1 വന്നു. ഈ 1നെ എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. ഒന്നെങ്കിൽ ഈ 1നെ പിടിച്ച് 7ലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ 0 ആക്കി മാറ്റുക. ഇനി 7ലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ എത്ര കൂട്ടണം? 6. അപ്പൊ ഇവിടെയും 6 കൂട്ടിയാൽ രണ്ടക്ക സംഖ്യയെക്കാട്ടിലും കൂടിപ്പോത്തില്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? 6 കൂട്ടുന്നതിന് പകരം ഈ 1നെ 0 ആക്കണം അല്ലേ? 1നെ 0 ആക്കണമെങ്കിൽ എത്ര കുറയ്ക്കണം? 1 തന്നെ കുറയ്ക്കണം. അപ്പൊ ഇവിടുന്ന് എന്ത് കുറയ്ക്കുക? 1 കുറയ്ക്കുക. എത്ര കിട്ടും? 98 കിട്ടിയാ? അപ്പൊ 98. ഇനി ചെയ്യുക എന്താണ്? n-ാം പദം സമം ഒന്നാമത്തെ പദം പ്ലസ് n-1 × d. അപ്പൊ ഇവിടെ 98 അല്ലേ? ഇവിടെ 14, n-1 × 7. ഇനി 14ന്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് 98 കിട്ടുന്നതെന്ന് നോക്കണം അല്ലേ? അപ്പൊ എന്ത് കൂട്ടും? 4 4 8 8 1 അല്ലേ? 84 കൂട്ടിയാൽ മതി. അതായത് n-1 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 84 ആണ്. ഇനി ഇത് തമ്മിൽ വെട്ടണം. എത്ര കിട്ടും? 1 14 വരും, 2 അല്ലേ? 12 വരും. അതായത് n-1 എന്ന് പറയുന്നത് എന്തായി? 12 ആയി. ഏതോ ഒരു സംഖ്യയിൽ നിന്ന് 1 കുറച്ചപ്പോഴാ 12 ആയി. എങ്കിൽ സംഖ്യ ഏതായിരിക്കും? ഇത് തമ്മിൽ കൂട്ടിയാൽ മതി. എത്ര? 12ന്റെ കൂടെ 1 കൂട്ടിയാ എത്ര? 13. അപ്പം പദങ്ങളുടെ എണ്ണം എത്ര കിട്ടി? 13. ഇത് തന്നെയാണ് ഉത്തരം. അതെ. ചെയ്യുന്ന ഒരു രീതി മനസ്സിലായോ? ഓക്കെ. അപ്പം നാളെ പോയി ഉറപ്പായും ടീച്ചറിനോട് ചോദിക്കുക, എന്നിട്ട് പറയുക.